ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഇന്ദ്രനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞൊരു പെണ്ണ് രംഗത്തേക്ക് വന്നിരിക്കുന്നു. ആ പെങ്കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണി ഇത്രയും നല്ലൊരു അമ്മയായി മാറുകയാണ്. ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വന്ന പെണ്ണ് പറഞ്ഞു, എന്നാൽ പിന്നെ ഈ ദുഃഖങ്ങളും അല്ലെങ്കിൽ ഈ വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ടൊരു മാർഗ്ഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്ത് മാർഗ്ഗമാണെന്ന് ചോദിച്ചപ്പം ഇന്ദ്രനെ വിളിക്കുക, ഇന്ദ്രനുമായിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോക്ക് ഇന്ദ്രനോട് പറയാനുള്ളത്, മോള് എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് നൈസായിട്ട് ഇങ്ങനെ മനസ്സിലുള്ളത് അറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആശാത്തി. അപ്പോൾ ഇന്ദ്രനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ദ്രനോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് പെണ്ണ് അവിടെ തന്നെ നിൽക്കുന്നു. ഇന്ദ്രൻ ഇറങ്ങി വന്നു. ഇന്ദ്രൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെണ്ണിനെ കണ്ടു. ഇവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ഭാവവ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ദ്രൻ വന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഈ പെണ്ണ് നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ് എന്ന് നമ്മുടെ ഇന്ദ്രനോട് ഈ പെങ്കൊച്ച് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ഞെട്ടി അന്താളിച്ചിങ്ങനെ നോക്കുവാണ്. വലിയൊരു സിംഹക്കൂട്ടിലേക്ക് തലയിടാൻ ഒരു മാൻപേട തന്നെ വന്ന് നിൽക്കുന്നു. എന്താണിതെന്ന് ഓർത്തിട്ട് അങ്ങനെ നിൽക്കുന്ന സമയം, നിനക്ക് സമ്മതമാണെങ്കിൽ നീ ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കാം, പിന്നെ യാതൊരു തടസ്സവും ഉണ്ടാകില്ല നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന്. എന്താ നിനക്ക് അതിനെ സമ്മതിച്ചുകൂടെ? എന്താ ഇന്ദ്രൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പം ഇന്ദ്രനൊന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ഓടി വന്നിട്ട്, മോളെ, എടാ മോള് പറഞ്ഞത് കേട്ടില്ലേടാ, ഇത്രയും നല്ലൊരു സൗഭാഗ്യം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ എന്തിനാടാ മൗനമായിട്ട് നിൽക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര എന്താ പറയുന്നത്, വന്ന പെണ്ണിന് സപ്പോർട്ടായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഈ രാജലക്ഷ്മി സംസാരിക്കാം. അപ്പോൾ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയത് തന്നെ വലിയ കാര്യമാണ്. എൻ്റെ മോൻ്റെ ഭാഗ്യമായിട്ട് വേണം കരുതാൻ. പിന്നെ ഇതിന് മോള് അച്ഛനോട് ആദ്യം ഒന്ന് സംസാരിച്ച് നോക്ക്, അതിനുശേഷം ഇവൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ അമ്മയെ തുറച്ച് നോക്കുന്നു. ആ സമയത്ത് ഇന്ദ്രൻ്റെ അഭിപ്രായം, ഇന്ദ്രന് സമ്മതമാണെങ്കിൽ മാത്രമേ താൻ അച്ഛനുമായിട്ട് സംസാരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഈ പെണ്ണ് നേരത്തേക്കും പറഞ്ഞു. ഇന്ദ്രന് എന്താ മോളുടെ സമ്മതക്കുറവ്? ഇന്ദ്രന് 100% സമ്മതമായിരിക്കും അല്ലേടാ ഇന്ദ്രാന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ അന്നേരം അമ്മയുടെ നേരെ ഇങ്ങനെ തുറച്ചു നോക്കുക. എന്തായാലും ഇന്ദ്രൻ്റെ സമ്മതം കിട്ടാതെ ഞാൻ അച്ഛനോട് സംസാരിക്കില്ല, 2 ദിവസം ഞാൻ സാവകാശം തരാം. ഇന്ദ്രൻ്റെ അഭിപ്രായം, ഇന്ദ്രൻ അതെന്താണെങ്കിലും എസ് ആണെങ്കിലും നോ ആണെങ്കിലും എന്നോട് പറയണം, പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാജലക്ഷ്മിയാണ് ഭയങ്കര സ്നേഹമൊക്കെ ആട്ടോ ഈ സമയത്ത് അങ്ങ് പോവുകയും ചെയ്തു ഈ പെങ്കൊച്ച്. ആ പെങ്കൊച്ച് അങ്ങ് പോയി കഴിഞ്ഞപ്പം, നീ എന്താണോ ഒന്നും മിണ്ടാതിരുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, എന്നെപ്പോലെ അടക്കോ ഒതുക്കോ അല്ലെങ്കിൽ കുടുംബത്തിലിരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു പെണ്ണിനെ നിനക്ക് ഭാര്യയായി കിട്ടണമെന്ന്. അതെനിക്ക് കിട്ടുകയും ചെയ്തതാണ്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പല്ലവിയെ വിവാഹം കഴിക്കാനായിട്ട് പറഞ്ഞത്. പക്ഷേ 24 മണിക്കൂർ പോലും നീ അത് തികച്ചില്ലല്ലോ. ആ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് സങ്കടമുള്ളൂ. ഇനി ഈ ആയുസ്സിൽ നിനക്ക് പല്ലവിയെപ്പോലെ ഒരു ഭാര്യയെ കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അമ്മ മകനോട് പറയാം. ഈ ജന്മം പല്ലവി നിന്നിലേക്ക് വരികയും ഇല്ലെന്നും പറഞ്ഞു. അങ്ങനെ അമ്മ മോനെ ഉപദേശങ്ങൾ കൊണ്ട് പൊതിയുന്ന സമയത്ത് അമ്മയുടെ ഉപദേശങ്ങളും അരോചകമായി തോന്നിയിട്ട് മകൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ അങ്ങനെ നിൽക്കുന്നു. അമ്മ അന്നേരം അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതു അവിടെ വീട്ടിൽ നിന്ന് ഇവിടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സേതുവിനെയും ഹരിയെയും കള്ളന്മാരാക്കിയതിൻ്റെ ചെറിയൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ എന്താണെങ്കിലും സ്വാതിയിലും ഉണ്ടായി. അവരിങ്ങനെ ഋതുവിനോട് ഭയങ്കരമായിട്ട് ഉടക്കുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഋതു ആണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഈ സമയത്ത് നമ്മുടെ സേതുവൊക്കെ അവിടുന്ന് പോരാനായിട്ട് തുടങ്ങുവാണ്. കാരണം സേതുവിന് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളവർ സേതു പറഞ്ഞു. വേറൊന്നുമല്ല, ഒരു തെറ്റും ചെയ്യാതെ സേതുവിനെയൊക്കെ കള്ളനാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ അതുകൊണ്ട് സേതുവിന് അവിടെ നിൽക്കാൻ പറ്റില്ല, സേതു അവിടുന്ന് പോരുകയാണ് എന്നുള്ള കാര്യം തറപ്പിച്ച് പറയണം. പക്ഷേ നമ്മുടെ കുറുപ്പമ്മാവനൊക്കെ വന്നു ഒരുപാട് സംസാരിച്ചു. അതൊന്നും കേൾക്കാനൊന്നും നമ്മുടെ സേതു തയ്യാറാകുന്നില്ല. സേതു നിൽക്കില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുകയും ചെയ്തു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും താൻ അവിടെ നിൽക്കില്ലെന്നാണ് സേതു തറപ്പിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കാരണം അവിടെ പൂർണ്ണിമ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ കുറുപ്പമ്മാവൻ പറയുന്നത്, സേതു നീ പോകുന്നതിനൊന്നും കുഴപ്പമില്ല, നീ പൊയ്ക്കോ, പക്ഷേ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യങ്ങളാണ്? ഇനി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങ് ചെയ്ത് തീർത്താൽ മതി, എന്നെ അതിനകത്തൊന്നും വലിച്ചിടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സേതു പറഞ്ഞു. ആ സമയത്ത് കുറുപ്പമ്മാവൻ പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വക്കീൽ വന്നു. വക്കീൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെയുണ്ട്. അപ്പോൾ വക്കീലിനെ കാണാനായിട്ട് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരും. അപ്പോഴത്തേക്ക് ഋതു സേതുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എടോ
താനുണ്ടല്ലോ ഒരുപാടങ്ങ് നിന്ന് നെഗളിക്കൊന്നും വേണ്ട. തൽക്കാലം താൻ രക്ഷപ്പെട്ടെന്ന് കരുതി എപ്പോഴും താൻ രക്ഷപ്പെടണമെന്നില്ല. എൻ്റെ നേരെ എങ്ങാനും താൻ കൈ ചൂണ്ടിയാൽ പിന്നെ ചൂണ്ടാൻ ആ കൈ തനിക്കുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ സേതു പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, എന്നാൽ എനിക്കതൊന്ന് കാണണമല്ലോ, ഈ ഏട്ടൻ്റെ കൈ എടുക്കുന്ന നിന്നെ എനിക്കൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ ചെല്ലുക ഭയങ്കര ഇതായിട്ട്. അപ്പോഴേക്കും അച്ചുവും അതുപോലെ നമ്മുടെ കുറുപ്പമാവനും അതുപോലെ ഹരിയൊക്കെ പറഞ്ഞു, സേതുട്ടെ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു മാറ്റുക. ഈ സമയത്ത് വക്കീൽ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വക്കീൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൂടുതലൊന്നും ഇതല്ലല്ലോ, എന്താണെന്നൊന്നും ഇവർക്ക് അറിയത്തുമില്ല. അപ്പോൾ പതിവില്ലാതെ എന്തുകൊണ്ടാണ് വക്കീൽ വന്നതെന്നും ചോദിച്ചു പൂർണ്ണിമ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ എല്ലാവരും വന്ന് കൂടിയിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് താൻ വന്നതെന്നുള്ള കാര്യം പറഞ്ഞു വക്കീൽ. അപ്പോൾ എന്താ കാര്യം എന്നറിയാനുള്ള ആകാംക്ഷയോടെ ഇവരിയ്ക്കുന്ന സമയത്ത് മാധവൻ സാറ് മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച വിൽപ്പത്രമാണെന്നുള്ള കാര്യം പറയുവാണ്. അത് കേട്ടപ്പോഴാണ് പൂർണ്ണിമ അടക്കം എല്ലാവരും വിൽപ്പത്രം വരെ എഴുതി വെച്ചിരുന്നോ എന്നുള്ള സത്യം തിരിച്ചറിയുന്നത്. അങ്ങനെ പൂർണ്ണിമയ്ക്കൊക്കെ അന്താളിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ടുള്ളൊരിത്. അപ്പോൾ നിങ്ങളുടെ കുടുംബകാര്യമാണ്, അതിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല, എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് സേതു വന്നിട്ട് കുറുപ്പമ്മാവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ കുറുപ്പമ്മാവനോട് യാത്ര പറഞ്ഞ സേതുവിനെ കണ്ടപ്പം ഇത് സേതുവാണോ എന്ന് വക്കീൽ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. സേതു ഇവിടെ നിന്ന് പോകരുത്, ഇത് വായിച്ച് കേൾക്കുന്നത് വരെ സേതു ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ സേതു അവിടെ ഇത് കേട്ടിട്ട് നിൽക്കുക. ഈ സമയത്ത് അദ്ദേഹം അത് വായിക്കുകയാണ്. സേതുവിന് വേണ്ടിയിട്ട് മാധവൻ സാർ എഴുതി വെച്ചിരിക്കുന്ന, കാരണം പൊന്നുമടത്തിലെ സ്വത്തുക്കൾ മുഴുവൻ അതിൻ്റെ മുഴുവൻ മേൽനോട്ടക്കാരനായി അത് നോക്കി നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സേതുവിനെയാണ്, അതും പൊന്നുമടത്തിൽ താമസിച്ചുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമയടക്കം ഋതു അടക്കം ഞെട്ടിപ്പോയി. ഋതു ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുക. പക്ഷേ അച്ഛനും അത്ര സന്തോഷമായിട്ടോ. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാതി ഒന്ന് ഞെട്ടി. അപ്പോൾ ഈ പൊന്നുമടത്തിലെ സ്വത്തുക്കൾക്ക് മുഴുവൻ സർവ്വ അവകാശിയായി നമ്മുടെ സേതുവിൻ്റെ പേരിലേക്കാക്കി സേതുവിനെ നിയമിച്ചിരിക്കുന്നു മരണത്തിന് തൊട്ട് മുമ്പ് നമ്മുടെ മാധവൻ സാറ്. ഇനി സേതു എന്തെല്ലാം പറഞ്ഞാലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് സേതുവിനെ അതിനകത്തേക്ക് ഇവർ ഇൻവോൾവ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാമായിരുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ എല്ലാം സേതുവിൻ്റെ പേരിലേക്ക് തന്നെ അദ്ദേഹം എഴുതി വയ്ക്കാൻ കാരണം. ഇതൊന്നും അംഗീകരിക്കാതെ നമ്മുടെ സേതു വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ തനിക്കിതൊന്നും വേണ്ട, താൻ ഇതിനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി ഈ വിവരങ്ങളൊക്കെ കുറുപ്പമ്മാവൻ അറിഞ്ഞ് നേരെ സേതുവിനെ കാണാൻ വരുന്നു. അങ്ങനെ സേതുവിനെ കാണാൻ വന്നിട്ട് ഈ കണ്ട കാര്യങ്ങളെല്ലാം സേതുവിനോട് ചോദിക്കുകയാണ്. എന്നാലും സേതുവേട്ടന് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയിട്ട് സേതുവേട്ടൻ എന്തുകൊണ്ടാണ് അത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ നമ്മുടെ സേതു ഇങ്ങനെ പല്ലവി പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും ഇനി പൊന്നുമടത്തിൻ്റെ സർവാധികാരിയായി സേതു ആ അധികാരം ഏൽക്കുമ്പോൾ ഋതു അടക്കം അതുപോലെ പ്രതാപനടക്കം എല്ലാവരും ഒന്ന് ഞെട്ടും. എല്ലാവരെയും വരച്ച വരയിൽ നമ്മുടെ സേതു കൊണ്ടുവരും. ഇനി സേതുവിൻ്റെ ഭരണമാണ് അവിടെ നടക്കാൻ പോകുന്നത്. സേതു കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും കാലം കട്ടുമുടിച്ച പ്രതാപൻ്റെ ഭാര്യയും എല്ലാവരും പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയൊക്കെയാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് പൂർണ്ണിമ കാണുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിച്ച് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.